കലാപം രൂക്ഷമായതിനെ തുടർന്ന് രാജ്യം വിടാനൊരുങ്ങി ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമൈനി. മോസ്കോയിലേക്ക് രാഷ്ട്രീയ അഭയം തേടാനാണ് നീക്കം. കറൻസിയുടെ വില ഇടിഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ 10 ദിവസമായി ഇറാനിൽ കലാപം തുടരുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ഐസൻ. തീർച്ചയായും ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ ഇറാനിലെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ അറിയിപ്പുകളും ചില കമ്മ്യൂണിക്കേഷനുകളും അതുപോലെ തന്നെ മോസ്കോയുമായുള്ള ചില കമ്മ്യൂണിക്കേഷനുകളും ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കറിയാവുന്നതാണ്, വൻതോതിലുള്ള പ്രതിഷേധം അവിടെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കറൻസി വിലയിടുക തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായി ഉയർന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രതിഷേധങ്ങളിൽ അർത്ഥമുണ്ട് അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ വസ്തുതയുണ്ട് എന്ന നിലപാടാണ് അയത്തുള്ള അലി ഖമൈനി സ്വീകരിച്ചത് എങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ സുരക്ഷ സംബന്ധിച്ച വലിയ വെല്ലുവിളികൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. 56 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ സുരക്ഷ സംബന്ധിച്ച വെല്ലുവിളികൾ ഉയരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ മോസ്കോയിലേക്ക് രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കം നടക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മോസ്കോയിലേക്ക് രക്ഷപ്പെടുത്തിയതിനു ശേഷം ഇറാൻ അദ്ദേഹത്തെ അവിടെ തുടരുന്നതിന് അനുവദിക്കുകയും മറ്റു നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുക എന്ന ഒരു നീക്കമാണോ ഇതിന് പിന്നിലെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പ്രക്ഷോഭം ശക്തമാകുമ്പോൾ ഇറാനിൽ ആത്മീയ നേതാവ് കൂടിയായ അല്ലെങ്കിൽ അവരുടെ പരമോന്നത നേതാവ് കൂടിയായ ഖമൈനിയെ നാടുകടത്താനുള്ള നീക്കം നടത്തുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പവും വേണ്ടപ്പെട്ടവരോടും ഏറ്റവും അടുത്ത അനുയായികളോടൊപ്പം കുറെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുക എന്ന ലക്ഷ്യമാണുള്ളത്. അതിൽ നിന്നും തന്നെ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാനിൽ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിനപ്പുറം ഈ പ്രശ്നം ഉയർന്നു വന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് ഏതെങ്കിലും ലോകരാഷ്ട്രങ്ങൾ നീങ്ങാനുള്ള സാഹചര്യം തള്ളിക്കളയാനാവില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സുരക്ഷിത സ്ഥാനം എന്ന നിലയിൽ റഷ്യയിലേക്ക് നാടുകടക്കാനുള്ള ഒരു നീക്കം ഖമൈനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഖമൈനിയെ ഇത്തരത്തിൽ നാട് കടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ സുരക്ഷിതമായ രാഷ്ട്രീയ അഭയത്തിനായി മോസ്കോയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ചരിത്രം ആവർത്തിക്കുന്നൊരു സാധ്യത കൂടിയുണ്ട്. നമുക്കറിയാവുന്നതാണ്, സിറിയൻ ഏകാധിപതി ബഷാർ അൽ അസദിനെ സമാനമായ രീതിയിലാണ് മോസ്കോയിലേക്ക് എത്തിച്ചത്. അതുപോലെ തന്നെ മോസ്കോയിൽ എത്തിച്ചതിന് ശേഷം സമാനമായ ഒരു ഭരണകൂടം, അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ്, റഷ്യയും അതുപോലെ തന്നെ ട്രംപും തമ്മിലുള്ള ബന്ധം കുറെ കൂടി ശാക്തീകരിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഇറാനിൽ കുറെ കൂടി ശക്തമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ കുറെ കൂടി നിയന്ത്രണത്തിന് വിധേയമാകാവുന്ന, അന്താരാഷ്ട്ര നിയന്ത്രണത്തിന് വിധേയമാകാവുന്ന ഒരു ഭരണകൂടത്തെ സിറിയയിൽ സൃഷ്ടിച്ചതിന് സമാനമായ ഒരു നീക്കം ഇറാനിലും നടക്കാനുള്ള സാധ്യതയും ഈ ഒരു നീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ തള്ളിക്കളയാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ 86 വയസ്സുകാരനായ അയത്തുള്ള അലി ഖമൈനിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായി മോസ്കോയിലേക്ക് മാറ്റുന്നു എന്ന സൂചന പുറത്തു വരുമ്പോൾ അത്ര കണ്ട് പ്രക്ഷോഭം രൂക്ഷമായിരിക്കുന്നു ഇറാനിൽ എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. സർക്കാർ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ആക്രമണം നടക്കുന്ന സാഹചര്യങ്ങളും വലിയ രീതിയിലുള്ള പ്രക്ഷോഭം എല്ലാ നഗരങ്ങളിലും പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. നേരത്തെ പലതവണ സൂചിപ്പിച്ചതുപോലെ 42,000 ഇറാനിയൻ റിയാൽ നൽകിയാൽ മാത്രമാണ് ഒരു ഡോളർ ലഭിക്കുക. ഇന്ത്യൻ രൂപയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇറാനിയൻ റിയാലിന്റെ മൂല്യം എന്ന് പറയുന്നത് 420-ലേറെ രൂപയുടെ അവസ്ഥയാണ്. ഇന്ത്യൻ രൂപ 420 രൂപ നൽകിയാലാണ് ഇറാനിയൻ റിയാൽ 420 ഇറാനിയൻ റിയാൽ നൽകിയാലാണ് ഒരു ഇന്ത്യൻ രൂപ ലഭിക്കുക എന്നതാണ് യാഥാർത്ഥ്യം. അത്രയും വലിയ തോതിൽ പണപ്പെരുപ്പം അവിടെ ബാധിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്കും മറ്റു വിഷയങ്ങളിലേക്കും കാര്യങ്ങൾ ചെന്നെത്തുന്നത്. ജനജീവിതം തന്നെ പൂർണ്ണമായും ദുസ്സഹമായ ഒരു സാഹചര്യമാണ് ഇറാനിൽ നിലനിൽക്കുകയും ചെയ്യുന്നത്. അനഘ.